Good morning, dear children. Today we discuss about fourth standard English. Unit-3 The Language of Birds. പക്ഷികളുടെ ഭാഷ. A soothing song. ഒരു ആശ്വാസം പകരുന്ന ഗാനം. In Russia, there lived a rich merchant. He had a servant, a bright and brave boy called Ivan. The merchant was a cruel man. He made Ivan toil from dawn to dusk. Ivan had no time to rest. In Russia, there lived a rich merchant. റഷ്യയിലെ ഒരു പണക്കാരനായ കച്ചവടക്കാരൻ ജീവിച്ചിരുന്നു. He had a servant. അദ്ദേഹത്തിനൊരു വേലക്കാരനുണ്ടായിരുന്നു. A bright and brave boy called Ivan. ബുദ്ധിമാനും ധീരനുമായൊരു ബോയ് ആയിരുന്നു. അവന്റെ പേര് ഇവാൻ എന്നാണ്. The merchant was a cruel man. ഈ മെർച്ചന്റ് ഒരു ക്രൂരനായ മനുഷ്യനായിരുന്നു. He made Ivan toil from dawn to dusk. രാവിലെ മുതൽ രാത്രി വരെ അവനെ പണിയെടുപ്പിക്കുമായിരുന്നു. ഇവാൻ ഹാഡ് നോ ടൈം ടു റെസ്റ്റ്. ഇവാന് വിശ്രമിക്കാൻ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. Tired after heavy work, Ivan would lie on his bed. പണികളൊക്കെ ചെയ്ത് ടയേർഡായതിനു ശേഷം ഇവാൻ അവന്റെ കട്ടിലിൽ കിടക്കും. Then a nightingale would start singing sweet song to him. അപ്പോൾ ഒരു നൈറ്റിംഗേല് അവന് വേണ്ടി പാട്ട് പാടാൻ തുടങ്ങും. Every night the nightingale used to sing for him. എല്ലാ ദിവസവും രാത്രിയിലെ നൈറ്റിംഗേല് അവന് വേണ്ടി പാട്ട് പാടും. He could never see the nightingale as it was dark outside. അവൻ ആ നൈറ്റിംഗേലിനെ ഒരിക്കൽ പോലും കണ്ടില്ല. കാരണം എന്താണ്? പുറത്ത് ഭയങ്കര ഇരുട്ടാണ്. But its song soothed him to sleep. പക്ഷേ അതിന്റെ പാട്ട് കേട്ടിട്ട് അവന് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുമായിരുന്നു. What a lovely song. എന്തൊരു മനോഹരമായ പാട്ട്. How beautifully it sings. എത്ര മനോഹരമായിട്ടാണ് അത് പാട്ട് പാടുന്നത്. But what is the meaning of its song? പക്ഷേ ആ പാട്ടിന്റെ അർത്ഥം എന്താണ്? I wish I could understand the language of birds. Ivan would think. ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഇവൻ ആഗ്രഹിക്കുന്നത്? പക്ഷിയുടെ ഭാഷ എനിക്ക് മനസ്സിലാകണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഇവാൻ വുഡ് തിങ്ക്. ഇവാൻ വിചാരിക്കും. നെക്സ്റ്റ്, ലിറ്റിൽ ബേർഡീസ്. One day, the merchant sent Ivan to the forest to fetch firewood. ഒരു ദിവസം ഈ കച്ചവടക്കാരൻ എന്ത് ചെയ്തു? ഇവാനെ കാട്ടിലേക്ക് അയച്ചു. എന്തിനു വേണ്ടിയിട്ട്? വിറക് ശേഖരിക്കാൻ വേണ്ടിയിട്ട്. Soon the winds rose. പെട്ടെന്ന് കാറ്റ് വീശി. The sky became clouded. ആകാശം മേഘാവൃതമായി. The lightning flashed. മിന്നൽ വന്നു. The thunder roared loudly. ഇടിവെട്ടാൻ തുടങ്ങി. And then rain fell heavily. ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. ഇവാൻ soon ran to the shelter of a large tree. ഇവാൻ എന്ത് ചെയ്തു? ഒരു വലിയ മരത്തിന്റെ അടുത്തേക്ക് ഓടി. He saw a big nest on one of its branches. അവൻ അവിടെ എന്താണ് കണ്ടത്? ഒരു വലിയ പക്ഷിക്കൂട് കണ്ടു. എവിടെയാണ് ഉണ്ടായിരുന്നത്? മരത്തിന്റെ ഒരു ചില്ലയില്. Four small birds were there in the nest and there was no one to protect them from the wind and the rain. ആ പക്ഷിക്കൂടില് 4 പക്ഷിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. കാറ്റിൽ നിന്നും മഴയിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇവാൻ felt pity to them. ഇവാന് അവരോട് സഹതാപം തോന്നി. He climbed the tree and covered the little ones with his clothes. ഇവാന് ആ മരത്തിലേക്ക് കയറി. എന്നിട്ട് അവന്റെ ഡ്രസ്സ് കൊണ്ട് ആ പക്ഷിക്കുഞ്ഞുങ്ങളെ കവർ ചെയ്തു. When the thunderstorm was over, the mother bird came back.
ഇടിയും മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ആ പക്ഷിക്കുഞ്ഞുങ്ങളുടെ അമ്മ തിരിച്ചു വന്നു. ദ ടീച്ചിങ് ബേർഡ്. താങ്ക് യു ഇവാൻ. ആ അമ്മ പക്ഷി ഇവാനോട് നന്ദി പറഞ്ഞു. യു പ്രൊട്ടക്ട് മൈ ലിറ്റിൽ ചിൽഡ്രൻ ഫ്രം കോൾഡ് ആൻഡ് റെയിൻ. നീ എന്റെ കുഞ്ഞുങ്ങളെ മഴയിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷിച്ചു. ആൻഡ് ഐ വിഷ് ടു ഡു സംതിങ് ഫോർ യു. ഞാൻ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ടെൽ മീ വാട്ട് ഐ കാൻ ഡു ഫോർ യു. പറയൂ, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഇവാൻ വാസ് സർപ്രൈസ്ഡ് ടു സീ എ ടോക്കിംഗ് ബേർഡ്. ഇവാനെ സംസാരിക്കുന്ന ഒരു പക്ഷിയെ കണ്ടപ്പോൾ അത്ഭുതമായി. ഇവാൻ ആൻസേർഡ്. ഇവാൻ എന്ത് പറഞ്ഞു? യു നോ അവർ ലാംഗ്വേജ്. നിനക്ക് ഞങ്ങളുടെ ഭാഷ അറിയാമോ? വിൽ യു ടീച്ച് മീ യുവർ ലാംഗ്വേജ്. നിന്റെ ലാംഗ്വേജ് എനിക്ക് പഠിപ്പിച്ചു തരുമോ? നിന്റെ ഭാഷ എനിക്ക് പഠിപ്പിച്ചു തരുമോ? ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. സ്റ്റേ വിത്ത് മീ ഫോർ സം ഡേയ്സ് ആൻഡ് യു ഷാൽ നോ ഇറ്റ് ആസ് വി ഡു. കുറച്ചു ദിവസം നീ എന്റെ കൂടെ താമസിക്കൂ. അപ്പോൾ നിനക്ക് ഞങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ കഴിയും. ഇവാൻ റിമൈൻ ഇൻ ദ ഫോറസ്റ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്. എന്നിട്ട് ഇവാൻ എന്ത് ചെയ്തു? കാട്ടിലെ കുറച്ചു ദിവസം അവിടെ തങ്ങി. He learned the language of birds from the mother bird. അവനെ അമ്മ പക്ഷിയിൽ നിന്നും പക്ഷികളുടെ ഭാഷ പഠിച്ചു. ഇവാൻ റിട്ടേൺ ഹോം ഹാപ്പിലി. എന്നിട്ട് ഇവാൻ എന്ത് ചെയ്തു? വീട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങി. ദാറ്റ് നൈറ്റ് ഇവാൻ വാസ് ലിസണിംഗ് ടു ദ സോങ് ഓഫ് ദി നൈറ്റിംഗേൽ. അന്ന് രാത്രി ഇവാൻ എന്ത് ചെയ്തു? നൈറ്റിംഗേലിന്റെ പാട്ട് ശ്രദ്ധിച്ചു. നോ ഹി കുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മീനിങ്. ഇപ്പോൾ അവന് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. ഇവാൻ സ്പോക്ക് ടു ദ ബേർഡ് ഇൻ ഇറ്റ്സ് ലാംഗ്വേജ്. എന്നിട്ട് ഇവാൻ എന്ത് ചെയ്തു? അതിന്റെ ഭാഷയില് അതിനോട് സംസാരിച്ചു. ഹൗ ഡിഡ് യു ലേൺ അവർ ലാംഗ്വേജ്? ഫ്ലൈയിങ് ടുവാർഡ്സ് ഹിം ദ നൈറ്റിംഗേൽ ആസ്ക്ഡ്. നൈറ്റിംഗേല് ഇവാന്റെ അടുത്തേക്ക് പറന്നു വന്നു. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഞങ്ങളുടെ ഭാഷ പഠിച്ചത്? ഇവാൻ ടോൾഡ് ദ ഹോൾ സ്റ്റോറി ടു ദ നൈറ്റിംഗേൽ. ഇവാനെ എല്ലാ കഥയും നൈറ്റിംഗേലോട് പറഞ്ഞു. ഐ ഹാവ് എ സീക്രട്ട് ടു ടെൽ യു, ദ ബേർഡ് സെഡ്. പക്ഷി പറഞ്ഞു, എനിക്ക് നിന്നോടൊരു രഹസ്യം പറയാനുണ്ട്. വാട്ട് ഈസ് ഇറ്റ്? ഇവാൻ ആസ്കഡ്. എന്താണത്? ഇവാൻ ചോദിച്ചു. ദ ബേർഡ് വിസ്പേർഡ് ദ സീക്രട്ട് ഇൻ ഇവാൻസ് ഇയേഴ്സ്. ആ പക്ഷി അവന്റെ ചെവിയില് ആ രഹസ്യം മന്ത്രിച്ചു. ഇവാൻ, ദ മെർച്ചന്റ് കോൾഡ് ഹിം. ആ മെർച്ചന്റ് അവനെ വിളിച്ചു. ദ നൈറ്റിംഗേൽ ഫ്ലൂ എവേ. ആ നൈറ്റിംഗേല് ദൂരത്തേക്ക് പറന്നു. എ സ്ട്രേഞ്ച് പ്രഡിക്ഷൻ. ഹു ആർ യു ടോക്കിംഗ് ടു? നീ ആരോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? ദ മെർച്ചന്റ് ആസ്കഡ്. മെർച്ചന്റ് അവനോട് ചോദിച്ചു. ഐ വാസ് ടോക്കിംഗ് ടു എ നൈറ്റിംഗേൽ, ഇവാൻ റിപ്ലൈഡ്. അപ്പോൾ ഇവാൻ എന്ത് പറഞ്ഞു? ഞാനൊരു നൈറ്റിംഗേലിനോടാണ് സംസാരിച്ചിരുന്നത്. ടോക്കിംഗ് ടു എ നൈറ്റിംഗേൽ? ഹൗ ക്യാൻ യു ഡു ദാറ്റ്? നൈറ്റിംഗേലിനോടാണ് നീ സംസാരിച്ചത്. എങ്ങനെയാണ് നിനക്ക് അതിനോട് സംസാരിക്കാൻ കഴിയുന്നത്? ഐ ഹാവ് ലേൺ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ഞാന് പക്ഷികളുടെ ഭാഷ പഠിച്ചിരുന്നു. ദ മെർച്ചന്റ് സ്റ്റാർഡ് അറ്റ് ഇവാൻ ഇൻ ഡിസ്ബിലീഫ്. അത് വിശ്വസിക്കാൻ കഴിയാതെ മെർച്ചന്റ് അവനെ തുറിച്ചു നോക്കി. വാട്ട് വെർ യു ടോക്കിംഗ് അബൌട്ട്? നീ എന്താ പറയുന്നേ? ആസ്ക്ഡ് ദ മെർച്ചന്റ് ആഫ്റ്റർ എ മൊമെന്റ്. ഒരു നിമിഷത്തിന് ശേഷം മെർച്ചന്റ് അവനോട് ചോദിച്ചു. ഇവാൻ വാസ് worried. ഇവാനെ ആകെ ആശയക്കുഴപ്പത്തിലായി. He spoke in a broken voice. അവൻ ഇടറിയ ശബ്ദത്തിൽ സംസാരിച്ചു. The nightingale said that I would become a king and you would become my servant. നൈറ്റിംഗേൽ പറഞ്ഞതെന്താണെന്ന് വെച്ചാല്, ഞാന് ഒരു രാജാവാകും, നിങ്ങൾ എന്റെ വേലക്കാരനാകും. The merchant was worried and remained sleepless for weeks. ഈ മെർച്ചന്റ് ആശയക്കുഴപ്പത്തിലായി. എന്നിട്ട് അദ്ദേഹത്തിന് ആഴ്ചകളോളം ഉറങ്ങാൻ കഴിഞ്ഞില്ല. One night, the merchant gave Ivan a drink to make him drowsy. ഒരു ദിവസം രാത്രി മെർച്ചന്റ് ഇവാനൊരു ഡ്രിങ്ക് കുടിക്കാൻ കൊടുത്തു. എന്തിനാണ് കൊടുത്തത്? അവന് മയങ്ങാൻ വേണ്ടി. When Ivan had fallen asleep, the merchant led him on a boat. ഇവാൻ ഉറങ്ങിയപ്പോൾ
മർച്ചന്റ് അവനെ ഒരു ബോട്ടിൽ കിടത്തി. He spread the white sails and pushed the boat into the open sea. മർച്ചന്റ് അവിടെ ഒരു വെളുത്ത തുണി വിരിച്ചു. എന്നിട്ട് ബോട്ടിനെ കടലിലേക്ക് തള്ളിവിട്ടു. For a long time, the boat moved about on the waves and finally hit a large ship. കുറെ സമയത്തിന് ശേഷം തിരമാലകളിലൂടെ ഒഴുകി നടന്ന് അവസാനം ഒരു കപ്പലിലേക്ക് ഇടിച്ചു. The crew on the ship saw Ivan and felt pity for him. ഈ കപ്പലിന്റെ ക്രൂ ഇവാനെ കണ്ടു. എന്നിട്ട് അദ്ദേഹത്തിന് ഇവാനോട് സഹതാപം തോന്നി. They took him to the ship. അവനെ കപ്പലിലേക്ക് കയറ്റി. Standing on the deck, Ivan looked at the sky. ഇവാൻ ആ കപ്പലിന്റെ ഡെക്കിൽ നിന്നു. എന്നിട്ട് അവൻ ആകാശത്തേക്ക് നോക്കി. High, very high up in the sky, Ivan saw some cranes. ആകാശത്തില് വളരെ മീത്തയായി ഇവാൻ കുറച്ച് കൊക്കുകളെ കണ്ടു. The cranes were predicting a storm. ക്രെയിനുകളെ ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ടെന്ന് മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നു. He said to the sailors. അവൻ സൈലേഴ്സിനോട് പറഞ്ഞു, നമ്മള് സൂക്ഷിക്കണം. I hear the birds predicting a storm. പക്ഷികള് ഒരു കൊടുങ്കാറ്റിനെ പ്രതീക്ഷിക്കുന്നത് ഞാൻ കേട്ടു. Let us enter a harbor or we will be in danger. നമ്മളൊരു ഹാർബറിലേക്ക് കയറിയില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെടും. You silly boy, keep quiet. നീ എന്താണ് ഒരു സില്ലി ബോയ്? നീ അവിടെ മിണ്ടാതിരിക്ക്. The captain of the ship said. കപ്പലിന്റെ ക്യാപ്റ്റൻ അവനോട് പറഞ്ഞു. But Ivan requested him again and again. പക്ഷേ ഇവാന് വീണ്ടും വീണ്ടും അവരോട് അപേക്ഷിച്ചു. Next, the storm. At last, the captain steered the ship to the shore and anchored it. അവസാനം ക്യാപ്റ്റൻ എന്ത് ചെയ്തു? തീരത്ത് വന്നിട്ട് അവിടെ നങ്കൂരമിട്ടു. Within a short time, കുറച്ചു സമയത്തിനുള്ളിൽ a storm broke out. ഒരു കൊടുങ്കാറ്റ് വന്നു. Huge waves rose up to the sky. വലിയ വലിയ തിരമാലകൾ പൊങ്ങാൻ തുടങ്ങി. The wind roared. നല്ല കാറ്റടിച്ചു. They saw huge waves breaking many ships sailing in the sea. കടലിലെ വലിയ തിരമാലകളെ കപ്പലിനെ തകർക്കുന്നത് അവർ കണ്ടു. You saved our lives. നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. The captain thanked Ivan. ക്യാപ്റ്റൻ ഇവാനോട് നന്ദി പറഞ്ഞു. Noisy birds. The king of the country was very much annoyed. ആ രാജ്യത്തിലെ രാജാവിന് ഒരുപാട് ദേഷ്യം വന്നു. എന്തിനാണ് ദേഷ്യം വന്നത്? Many crows perched on the window walls and roof of the palace and even on the trees nearby. ഒരുപാട് കാക്കകള് കൊട്ടാരത്തിന്റെ ജനലിലും ചുമരിലും റൂഫിലുമൊക്കെ ഇരിക്കുന്നു. പിന്നെ കൊട്ടാരത്തിന്റെ അടുത്തുള്ള മരത്തിലുമായി ഒരുപാട് കാക്കകൾ ഇരിക്കുന്നു. No one knew how to get rid of them. കാക്കകളെ എങ്ങനെയാണ് ഒഴിവാക്കേണ്ടതെന്ന് ആർക്കും അറിയുന്നില്ല. Ivan went to the palace. Your Majesty, I will get rid of the crows, Ivan said. ഇവാന് കൊട്ടാരത്തിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാന് ഈ കാക്കകളെ ഇവിടെ നിന്നും ഒഴിവാക്കിത്തരാം. If you can do that, you can marry my daughter, the king said. നിനക്കതിന് കഴിഞ്ഞാൽ എന്റെ മകളെ നിനക്ക് വിവാഹം കഴിക്കാം, രാജാവ് പറഞ്ഞു. ഇവാൻ asked the servant to open the window. ഇവാന് വേലക്കാരോട് ജനൽ തുറക്കാൻ വേണ്ടി പറഞ്ഞു. He listened to the crows for a while. കുറച്ചു സമയം അവൻ കാക്കകളെ ശ്രദ്ധിച്ചു. Then he went to the king again. എന്നിട്ട് അവൻ രാജാവിന്റെ അടുത്തേക്ക് വീണ്ടും വന്നു. Ivan bowed before the king and said. ഇവാനെ രാജാവിന്റെ മുമ്പിൽ കുനിഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞു, Oh Lord, the crows are homeless because you men are cutting down the trees they are living on. കാക്കകൾക്ക് വീടില്ലാത്തത് കൊണ്ടാണ് അവരെ ഇവിടെ വന്നു നിൽക്കുന്നത്. അവർ താമസിക്കുന്ന മരങ്ങൾ മുറിക്കുന്നത് കൊണ്ടാണ് അവർക്ക് വീടില്ലാതായത്. They want your men to stop doing it. നിങ്ങളുടെ ആൾക്കാരെ മരം മുറിക്കുന്നത് നിർത്താൻ വേണ്ടി അവർ ആവശ്യപ്പെടുന്നു. The king ordered his men to stop cutting the trees. എന്നിട്ട് രാജാവിന്റെ ആൾക്കാരോട് മരം മുറിക്കുന്നത് നിർത്താൻ വേണ്ടി പറഞ്ഞു. The crows flew away
one after another and disappeared. കാക്കകൾ ഓരോന്നായിട്ട് പറന്നുപോയി. എല്ലാവരും അവിടെ നിന്നും അപ്രത്യക്ഷമായി. The king got the princess married to Ivan. രാജാവ് രാജകുമാരിയെ അവന് വിവാഹം കഴിച്ചു കൊടുത്തു. Thus, Ivan became the king. അങ്ങനെ ഇവാൻ രാജാവായി. He ruled the kingdom wisely. അവൻ ബുദ്ധിപൂർവം രാജ്യം ഭരിച്ചു. Birds always warned him about storms and disasters, and Ivan took immediate action to save his people. പക്ഷികളെ എപ്പോഴും അവനെ കൊടുങ്കാറ്റുകളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊടുത്തു. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അതിനുവേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചു. Long live King Ivan, people praised his wisdom. ജനങ്ങൾ പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. Years passed. വർഷങ്ങൾ കഴിഞ്ഞുപോയി. One day, an old man came to Ivan's palace. ഒരു ദിവസം ഒരു വയസ്സായൊരു മനുഷ്യൻ ഇവാന്റെ കൊട്ടാരത്തിലേക്ക് വന്നു. ഇവാൻ ordered his guard to bring him inside. ഇവാൻ തന്റെ അനുയായികളോട് അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. The old man in shabby clothes appeared before him. ആ വയസ്സായ മനുഷ്യൻ വൃത്തിയില്ലാത്തൊരു വസ്ത്രം ധരിച്ചിട്ടാണ് ഇവാന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. He was so tired. അദ്ദേഹം വളരെ ടയേർഡായിരുന്നു. Dear old man, what can I do for you? ഓൾഡ് മാൻ, ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇവാൻ ആസ്ക്ഡ്. ഇവാൻ ചോദിച്ചു. Oh, your majesty, I lost my wife and all my wealth. എനിക്ക് എൻ്റെ ഭാര്യയെയും എൻ്റെ സമ്പത്തുമെല്ലാം നഷ്ടപ്പെട്ടു. I find no way to make a living. എനിക്ക് ജീവിക്കാൻ ഒരു വഴിയും മാർഗവുമില്ല. I am old and cannot work. ഞാൻ വയസ്സായി, എനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല. Let me stay here and serve you, said the old man. എന്നിട്ട് ഓൾഡ് മാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നിട്ട് നിങ്ങളെ പരിചരിക്കാം. ഇവാൻ അപ്പോയിന്റഡ് ഹിം ആസ് ഹിസ് സർവന്റ്. എന്നിട്ട് ഇവാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ അവന്റെ സർവന്റായി അപ്പോയിന്റ് ചെയ്തു. The nightingale is back. One night, Ivan was resting on his royal bed. ഒരു ദിവസം ഇവാൻ തന്റെ ബെഡിൽ വിശ്രമിക്കുകയായിരുന്നു. He looked out of the window. അവനെ ജനലിന്റെ പുറത്തേക്ക് നോക്കി. A full moon was rising. ഒരു പൂർണ്ണചന്ദ്രൻ ഉയരുന്നു. Little stars were blinking to greet the moon. നക്ഷത്രങ്ങളെ ചന്ദ്രനെ നോക്കി ചിരിക്കുന്നു. A soft wind carried the fragrance of wildflowers into the room. ഇളം കാറ്റ് വീശുന്നു. അതിൻ്റെ കൂടെ നല്ലൊരു പൂവിന്റെ മണം റൂമിന്റെ അകത്തേക്ക് വന്നു. From the distant skies, Ivan heard the song of a nightingale. ദൂരെ നിന്നും അവൻ ഒരു നൈറ്റിംഗേലിന്റെ സോങ് കേട്ടു. It's my nightingale. ഇത് എന്റെ നൈറ്റിംഗേൽ ആണ്. ഇവാൻ stood up and went to the window. ഇവാൻ എഴുന്നേറ്റ് ജനലിന്റെ അടുത്തേക്ക് പോയി. Soon the nightingale came to him and sat on the windowsill. പെട്ടെന്ന് തന്നെ നൈറ്റിംഗേൽ അവന്റെ അടുത്തേക്ക് പറന്നു വന്നു. എന്നിട്ട് ജനലിൽ ഇരുന്നു. They spoke for a long time. അവരെ കുറെ നേരം സംസാരിച്ചു. As you said, I became the king. നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവായി. But what happened to the merchant? ഇവാൻ asked. പക്ഷേ മെർച്ചന്റിന് എന്ത് സംഭവിച്ചു? ഇവാൻ ചോദിച്ചു. Oh, your majesty, he is in your palace. രാജാവേ, അദ്ദേഹം ഇപ്പോൾ നിങ്ങളുടെ കൊട്ടാരത്തിലാണുള്ളത്. And he is saving you. അദ്ദേഹം നിങ്ങളെ പരിചരിച്ചു കൊണ്ടിരിക്കുന്നു. Saying this, the nightingale flew away and disappeared into the sky. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നൈറ്റിംഗേല് ആകാശത്തിലേക്ക് പറന്ന് അപ്രത്യക്ഷമായി. Your majesty, supper is ready. രാജാവേ, സപ്പർ റെഡിയാണ്. Ivan looked at the old servant at his door. ഡോറിന്റെ അടുത്ത് വന്നു നിന്ന സെർവന്റിനെ ഇവാൻ നോക്കി. He could not believe his eyes. അവന് അവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. It was his old master. അത് അവന്റെ പഴയ യജമാനനായിരുന്നു.
നൈറ്റിംഗേൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു അല്ലേ? അവന്റെ യജമാനൻ അവന്റെ സെർവന്റായി. എല്ലാവർക്കും കഥ ഇഷ്ടമായോ? ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.